വ്യാജ വാർത്തകളുടെ വലയിൽ നിങ്ങൾ വീണു പോയിട്ടുണ്ടോ? നിങ്ങൾ പോലും അറിയാതെ. സോഷ്യൽ മീഡിയയിൽ ആകർഷകമായ തലക്കെട്ടുകൾ കാണുമ്പോൾ ഷെയർ ചെയ്യാതിരിക്കാനാവില്ല പലർക്കും. എന്നാൽ ഇവ തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആവാം. പ്രാദേശിക വാർത്തകൾക്ക് എന്ന പേരിൽ ന്യൂസ് വെബ്സൈറ്റുകൾ ഉണ്ടാക്കി അതുവഴിയാണ് പലരും ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അവ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും കമ്മ്യൂണിറ്റിയെയും അവർ ഉപയോഗിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് തന്നെ നിർത്താൻ കഴിയും. ഞാൻ ജയന്ത് മാമൻ മാത്യു, മലയാള മനോരമയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ, കൂടാതെ ഫാക്ട്ശാല അംബാസിഡറും. വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നവർക്ക് അതിലൂടെ എന്താണ് കിട്ടുന്നത്? ഒരു സെൻസേഷണൽ സ്റ്റോറി ഉണ്ടെങ്കിൽ ഒരുപാട് വായനക്കാർ വെബ്സൈറ്റ് സന്ദർശിക്കും. അപ്പോൾ വെബ്സൈറ്റിന് കൂടുതൽ പ്രേക്ഷകർ കിട്ടും. പരസ്യത്തിൽ നിന്നുള്ള ലാഭം കൂടും. ഒപ്പം യൂസർ ഡേറ്റ, പ്രേക്ഷകരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയക്കാരിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ പണം വാങ്ങി എഴുതുന്ന ലേഖനങ്ങൾ ആയിരിക്കാം ഇവ. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയെയും വോട്ടിനെയും പണം ചെലവഴിക്കുന്ന രീതിയെയും സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളാവാം. ഈ വ്യാജ വാർത്താ വെബ്സൈറ്റുകൾ വിശ്വാസ്യതയുള്ള വാർത്താ സൈറ്റുകളുടെ രൂപവും ഭാവവും അനുകരിക്കുന്നു. എന്നാൽ അവർ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തന മര്യാദകൾ പാലിക്കുന്നില്ല. ഉദാഹരണത്തിന്, പണം വാങ്ങിയുള്ള സ്പോൺസേർഡ് ഉള്ളടക്കം ആണെന്ന് അവർ ഒരിക്കലും വെളിപ്പെടുത്തുന്നില്ല. അഭിപ്രായങ്ങൾ പലപ്പോഴും വാർത്ത എന്ന പേരിൽ കൊടുക്കുന്നു. യഥാർത്ഥ വാർത്താ മാധ്യമങ്ങൾ എപ്പോഴും സ്പോൺസേർഡ് കോണ്ടന്റ് അല്ലെങ്കിൽ അഭിപ്രായമാണെങ്കിൽ അത് വ്യക്തമാക്കാറുണ്ട്. ഒരു സൈറ്റ് ശരിക്കുള്ള വാർത്താ വെബ്സൈറ്റ് തന്നെയോ എന്ന് തിരിച്ചറിയാൻ അതിൻ്റെ ഉള്ളടക്കം നോക്കിയാൽ മതി. വ്യാജ വാർത്താ വെബ്സൈറ്റുകൾ തിരിച്ചറിയാൻ ചില വഴികൾ ഇനിയും പറയാം. ആർട്ടിക്കിൾ എഴുതിയത് ആരാണെന്ന് നോക്കുക. സാധാരണയായി പ്രസിദ്ധീകരിക്കുന്ന തീയതിയും എഴുതിയ ആളുടെ പേരും കാണും. അതിനുശേഷം അയാളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്ന് കൂടി നോക്കുക. അത്തരം വിവരങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ അതൊരു അപകട സൂചനയാണ്. ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വിശ്വസിക്കാൻ പറ്റുന്നവയിൽ വാർത്താ സോഴ്സിലേക്കുള്ള ലിങ്കുകൾ കൂടി കാണും. ഇവയിൽ എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഒരുപടി കൂടി മുന്നോട്ട് പോയി ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എക്സ്പേർട്ടുകളെക്കുറിച്ചും ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കാം. അതോടൊപ്പം ന്യൂസ് വെബ്സൈറ്റിൻ്റെ പേരും ഗൂഗിൾ സെർച്ച് ചെയ്തു നോക്കുക. വെബ്സൈറ്റിൻ്റെ അബൌട്ട് പേജ് പരിശോധിക്കണം. അതിൽ വെബ്സൈറ്റ് ഉടമയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവണം. യഥാർത്ഥ വാർത്താ സൈറ്റുകൾക്ക് എഡിറ്റോറിയൽ നയവും തിരുത്തൽ മാർഗരേഖയുമുണ്ട്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും തിരുത്തേണ്ട സന്ദർഭങ്ങളിൽ അതിൻ്റെ നടപടിക്രമം എന്താണെന്നും നിങ്ങൾക്ക് കാണാനാകും. വാർത്താ സൈറ്റിൽ ഈ വിവരങ്ങൾ ഇല്ലെങ്കിൽ ജാഗ്രത പുലർത്തണം. ഇങ്ങനെയൊക്കെ ചെയ്ത ശേഷവും വാർത്ത ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ അതേ ടോപ്പിക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ കിട്ടുമോ എന്ന് നോക്കുക. ദേശീയ വാർത്താ നെറ്റ്വർക്കുകളിൽ സ്ഥാനം കിട്ടാത്ത സാധാരണക്കാരെ വ്യാജ വാർത്താ സൈറ്റുകൾ കൂടുതൽ ലക്ഷ്യം വയ്ക്കും. പ്രാദേശിക വാർത്താ സംവിധാനങ്ങൾ അവരിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് അവർക്ക് മറ്റു വാർത്താ സോഴ്സുകൾ ആശ്രയിക്കേണ്ടി വരുന്നു. യഥാർത്ഥ വാർത്ത എന്ന പേരിൽ വ്യാജ പ്രചാരണം നടത്തി ഈ സമൂഹങ്ങളെ ചൂഷണം ചെയ്യാമെന്ന് ചിലർ വിചാരിക്കുന്നു. അവരുടെ കെണിയിൽ വീഴരുത്.
നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് സന്തോഷം മാത്രം.